കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഭീഷണിക്ക് മുന്നിൽ തൽക്കാലം വഴങ്ങിയിരിക്കുകയാണ് ഹൈക്കമാൻഡ്. പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ തീവ്ര നീക്കം ആരംഭിക്കുകയും 3 അംഗ പട്ടിക തയ്യാറാക്കുകയും ചെയ്ത സമയത്താണ് പൊട്ടിത്തെറി ഭയന്ന് എ.ഐ.സി.സി നേതൃത്വം പിന്നോട്ട് പോയത്. താഴെ തട്ടിലുള്ള പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാൻ കെ.സി വേണുഗോപാൽ തന്നെ സുധാകരനെ അറിയിച്ചതായാണ് വിവരം. എം.പി സ്ഥാനമൊഴിയൽ, ബി.ജെ.പിയുമായി ചേരൽ, വി.ഡി സതീശന്റെ ജാഥ കലക്കൽ തുടങ്ങിയ ഭീഷണിയാണ് പല വഴിയിലായി നേതൃത്വത്തിലേക്ക് അതിനെത്തിച്ചത്. തന്നെ മാറ്റുന്നതിലെല്ലാം നാണം കെടുത്തി വിടുന്നതിലുള്ള രോഷമാണ് സുധാകരൻ പ്രകടിപ്പിച്ചത്. CPI-എതിരായ പോരാട്ടമാണ് തന്റെ വഴിയെന്ന് സുധാകരൻ എടുത്ത് പറഞ്ഞ കാര്യമാണ്. അത് ബി.ജെ.പിയിലായാലും തുടരാമെന്ന കൃത്യമായ സൂചന തന്നെയാണത്. കെ സുധാകരനുമായുള്ള ഏറ്റുമുട്ടലിൽ തിരിച്ചടി നേരിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി സതീശനും രംഗത്ത് വരികയാണ്. കെ സുധാകരനെ കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് നിരാകരിച്ചതും സുധാകരനുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഹൈക്കമാൻഡ് താക്കീത് നൽകിയതും സതീശന് വലിയ തിരിച്ചടി തന്നെയാണ്. അതേസമയം സുധാകരനെ പിന്തുണച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കെ സുധാകരനെ കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണമെന്ന കടും പിടുത്തത്തിലായിരുന്നു വി.ഡി സതീശൻ. പക്ഷെ ഹൈക്കമാൻഡ് ഇത് തള്ളുകയായിരുന്നു. മാത്രമല്ല, സുധാകരനുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള കർശനമായ താക്കീതും സതീശന് ഹൈക്കമാൻഡ് നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നാമൻ ആര് എന്നുള്ള തർക്കം നടക്കുന്നതിനിടയിലാണ് സതീശന് ഈ തിരിച്ചടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ അനുകൂല സമീപനവുമാണ് സുധാകരന്റെ പദവിയിൽ തുടരാൻ വഴിയൊരുക്കിയത് എന്നും സൂചനകളുണ്ട്. കൂടാതെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയും സുധാകരനുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കെ സുധാകരനെ പോലും അറിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സതീശൻ പ്രഖ്യാപിച്ചത് കെ.സി വേണുഗോപാൽ അടക്കമുള്ള എ.ഐ.സി.സി നേതാക്കളെ ചൊടിപ്പിച്ചു എന്നും വിവരമുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തലയ്ക്ക് സാമുദായിക നേതാക്കളുടെ പിന്തുണ ലഭിച്ചതും സുധാകരനെ ഹൈക്കമാൻഡ് പിന്തുണച്ചതും വി.ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തിരിച്ചടിയായി എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പോലും വിലയിരുത്തൽ. ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ മാറി പതിയെ സുധാകരനെ തന്നെ ബോധ്യപ്പെടുത്തി പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാനാണ് നേതൃത്വത്തിന്റെ ആലോചന. ഫെബ്രുവരിയിലോ മാർച്ചിലോ പുതിയ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം എന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ നീക്കം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പാർട്ടിയെ നയിക്കാൻ സുധാകരന് കഴിയില്ല എന്നാണ് വി.ഡി സതീശൻ എ.ഐ.സി.സിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്.